ഓഹോ എന്നിട്ട് ഫോൺ കാണാൻ ഞങ്ങൾ കണ്ടതൊക്കെ. സിക്സ്ത്തിലല്ലേ? നീയോ? ഓ ഫസ്റ്റ്. ഞങ്ങള് നിഷയുടെ അന്ന് മിനിക്കും വരാൻ പറ്റിയിട്ടില്ല, കുഞ്ഞുമോൾക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ. അങ്ങനെ സ്കൂളൊക്കെ തുറന്ന് കാര്യങ്ങളൊക്കെ വീണ്ടും പഴയ രീതിയിലായി വരണുള്ളൂ കേട്ടോ. ഇത് ഞാൻ ശരിക്കും ഫസ്റ്റ് ഡേ എടുത്തതാണ്, സ്കൂൾ തുറന്ന് ജൂൺ 3 എടുത്ത വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ഫോൺ മാറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലായി പോയി, അതുകൊണ്ട് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അപ്പം ആ വിശേഷങ്ങളും വേറെയും കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിലുണ്ട്. ഓക്കെ, രണ്ടു മാസത്തെ വെക്കേഷന് ശേഷം സ്കൂൾ തുറന്നു അല്ലേ? ഇനി എത്ര ക്ലാസ്സിൽ നീ? സിക്സ്ത്തിലല്ലേ? നീയോ? ഓ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി. ഫസ്റ്റ് ഇപ്പൊ നേരത്തെ ഒരുങ്ങി നിന്നിക്കാണ് കേട്ടോ രണ്ടാളും. വണ്ടി വരാൻ ഇനി സമയമുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അപ്പുറത്ത് എന്തോ ഒരു വർക്ക് കിടക്കേണ്ട ഒരു സൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോഴേ ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചായ അല്ല, ഞാൻ കോഫിയാണ് കുടിക്കാറ്. അപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിൽറ്റർ കോഫി. നമ്മൾ അധികം പുറത്തൊക്കെ പോകുമ്പോഴാണ് ഈ ഫിൽറ്റർ കോഫി കുടിക്കുള്ളൂ. അപ്പം ഞാൻ ഭയങ്കര ഫാനാണ് ഫിൽറ്റർ കോഫീൻ്റെ. അപ്പം ഞാനൊരു കോഫി മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു എനർജി ആണല്ലോ കോഫി. ഞാൻ ആദ്യം എസ്പ്രസ്സോ അങ്ങനെ ഷുഗർലെസ് ആയിട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ ഞാൻ ഷുഗർലെസ്സിനൊക്കെ കൂടുതൽ ഞാനിപ്പോൾ കാപ്പിച്ചിനാണ് കുടിക്കുന്നത്. അതൊരു ഭയങ്കര രസമാണ് ഫിൽറ്റർ കോഫി. നമ്മൾ പണ്ടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൂ, ചില കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം, ഇപ്പോഴൊന്നും അങ്ങനെ കല്യാണത്തിന് പോയി വരിക എന്നുള്ളത് ഈ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ പോകുന്നൊന്നും അങ്ങനെ പോവാറില്ലല്ലോ. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഈ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു കോഫിയും എന്തെങ്കിലും സ്നാക്ക്, അപ്പോൾ സ്നാക്ക് അല്ലായിരുന്നു, ആ ഒരു കോഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ ടൂറൊക്കെ പോണ സമയത്ത് ഈവനിങ് അതായത് എവിടെ ഈ വാട്ടർ തീം പാർക്കിലൊക്കെ പോയിട്ടും ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോഫി കുടിക്കലൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആ കോഫീൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അതേ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും ഈ അലർജിൻ്റെ പ്രശ്നമായതുകൊണ്ട് അങ്ങനെ തണുപ്പ് ഞാൻ അധികം കുടിക്കാറില്ല. അപ്പോൾ നമ്മൾ കഫേയിലൊക്കെ പോയാലും ഞാനധികം കോഫിയാണ് കുടിക്കാറ്. അങ്ങനെ ഞാനൊരു കോഫി ലവറാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് കുറേ ആയി വിചാരിച്ചു കോഫി മേക്കർ മേടിക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു അടിപൊളി കോഫി മേക്കർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കോഫി മേക്കറിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാനത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയപ്പം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കോഫി മേക്കർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു അഗാരോടെ കോഫി മേക്കർ വാങ്ങിച്ചോ, നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കോഫി ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേഗം പോയിട്ട് ചായ കുടിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ അഗാരോ ഇംപീരിയൽ എസ്പ്രസോ കോഫി മേക്കർ. പ്രഷർ വരുന്ന ഒരു കോഫി മെഷീൻ ആണ് കേട്ടോ ഇത്. 9 to 9.5 വരെ പ്രഷർ ഇത് ഹെഡിലേക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള എസ്പ്രസോ ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുമ്പോൾ നമുക്കിതൊരു വലിയ മെഷീനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര കോമ്പറ്റബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോഡി ആയതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ ഇതിലൊരു യൂസർ മാനുവലും അതുപോലെ വാറണ്ടി കാർഡ് കൂടി ഉണ്ടാവും കേട്ടോ. മെഷീനിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ഒക്കെ ഉള്ളത് കേട്ടോ. പവർ ബട്ടൺ ഉണ്ട്, പിന്നെ ടെമ്പറേച്ചർ ഒക്കെ കാണിക്കാൻ വേണ്ടി അനലോഗ് ഉണ്ട്, പിന്നെ കോഫി ബ്രൂ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അതുപോലെ സ്റ്റീം ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു 3 LED ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മെഷീന്റെ സൈഡിലായിട്ട് ഈ ഒരു പ്രഷർ കൺട്രോൾ നോബ് ഉണ്ട് കേട്ടോ. നമ്മൾ പാല് സ്റ്റീം ചെയ്ത് ഇങ്ങനെ പതപ്പിച്ചൊക്കെ എടുക്കാൻ വേണ്ടി അതിന് വേണ്ടി ഉപയോഗിക്കുന്ന 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ കാപ്പച്ചിനൊക്കെ ഉണ്ടാക്കുമ്പം ആ കറക്റ്റ് പാലൊക്കെ ക്രീമി ആക്കുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു ഡ്രിപ്പ് ട്രേ ഉണ്ട്, നമുക്ക് റിമൂവ് ചെയ്തിട്ട് തന്നെ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കോഫിയൊക്കെ ബാക്കി അതിനകത്ത് ഇങ്ങനെ ഉറ്റി വീഴുമ്പോഴും ബാക്കിയുള്ള വെള്ളമൊക്കെ വീഴുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിലൊരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു വാട്ടർ ലെവൽ ഫ്ലോട്ട് ഉണ്ട് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം റിമൂവ് ചെയ്തിട്ട് വീണ്ടും അത് വൃത്തിയാക്കിയിട്ട് തിരിച്ചു വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് മെയിൻ സാധനം ഉണ്ട്, അതായത് പോട്ടാ ഫിൽറ്റർ, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ കോഫി പൗഡർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ളതായി കുഞ്ഞു വെസൽ ഇതിനുള്ളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ അതായത് ഇതുപോലെ ഒരു സ്കൂപ്പ് ഉണ്ട് വിത്ത് ടാമ്പർ ഉള്ള, അതായത് അതൊക്കെ ഇതിന്റെ യൂസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ നമ്മുടെ മെഷീന്റെ പുറകിലായിട്ടൊരു 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ട്രാൻസ്പെറന്റ് വാട്ടർ ടാങ്ക് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ വാട്ടർ ടാങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞു സാധനം ഇവിടെ നിന്ന് എടുത്ത് കളയാൻ മറക്കരുത് കേട്ടോ. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ താഴത്ത് ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വാട്ടർ ടാങ്ക് മുഴുവനായിട്ട് ഊരിയെടുക്കാതെ ഈ ഒരു ടോപ്പ് തുറന്നുകൊണ്ട് നമുക്കിതിൽ വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കലാപരിപാടികളിലേക്ക് കിടക്കാം. ഞാൻ എങ്ങനെയാണ് ഇതിൽ എസ്പ്രസോയും കാപ്പിച്ചീനയും ഐസഡ് കോഫി ലാറ്റൊക്കെ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിതിന് കോഫി ബീൻസാണ് എടുക്കുന്നത്, കാരണം നമ്മൾ തന്നെ പൊടിച്ചിട്ട് ഉണ്ടാക്കുമ്പം കുറച്ചുകൂടി ഫ്ലേവർ കൂടും കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് നമ്മുടെ ഈ കോഫി ബീൻസ്, നെസ്കഫേയുടെ കോഫി ബീൻസാണ്. അപ്പം ഇത് ഗ്രൈൻഡ് ചെയ്യാനുള്ള മെഷീനും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതും അഗാരോടെ തന്നെ കോഫി ഗ്രൈൻഡറാണ്. നല്ലൊരു കുഞ്ഞു, കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കോഫി ഗ്രൈൻഡറാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ സ്പൂണും വിത്ത് ഒരു ബ്രഷുള്ള സ്പൂണാണ് കേട്ടോ. ഇത് നമുക്ക് ഈ കോഫി ഗ്രൈൻഡർ സൈഡിലൊക്കെ ഈ കോഫി പൗഡറൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ യൂസർ മാനുവലും അതുപോലെ വാറണ്ടി കാർഡും എല്ലാം ഉണ്ട് കേട്ടോ. ഇതുപോലെ കോഫി ബീൻസ് നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത്, അതുപോലെ എക്സാക്ട് ഗ്രമ കിട്ടുന്നത്. അതൊരു തിക്നെസ് ഉണ്ടല്ലോ അതിൻ്റെ മേലുള്ള ഒരു പതയുടെ, അതിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കോഫി പൗഡറിന് മറ്റൊന്നും ഈ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടില്ല കേട്ടോ. ഒരു 7 ഗ്രാം വരെ ഇതിൽ കൊള്ളൂ കേട്ടോ. ഒരു മാക്സിമം ലെവൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഫില്ല് ചെയ്യേണ്ട. 7 ഗ്രാം കൊണ്ട് നമുക്ക് ഏകദേശം 30 മില്ലി കോഫി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനാണ് നമ്മൾ ഈ ഒരു ടാമ്പർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഒരുപാട് ഇങ്ങനെ ടൈറ്റൻ ആക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് എസ്പ്രസോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഫി മെഷീൻ ഓൺ ആക്കാം. ആ സമയത്ത് കോഫിയുടെ ആ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ടെമ്പറേച്ചർ കറക്റ്റ് ആകുമ്പോൾ ആ ബ്ലിങ്കിങ് ഓഫായിട്ട് ഗ്രീൻ ലൈറ്റ് വരും. ആ സമയത്ത് ഇതുപോലെ കുറച്ച് വെള്ളം നമ്മളിങ്ങനെ തുറന്നു വിടുന്നത് നല്ലതാണ്. ആ ഒരു ഫിൽറ്റർ വെക്കുന്ന ഭാഗം ക്ലീൻ ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഈ മെഷീൻ്റെ ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് പോട്ട ഫിൽറ്റർ ഫിക്സ് ചെയ്യുന്നത്. ഇത് നമുക്ക് 1-2 തവണ ഫിക്സ് ചെയ്യുമ്പോൾ ആ ഒരു നാക്ക് കിട്ടും. ഇച്ചിരി ടൈറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. ഈ ഒരു ലോക്ക് പൊസിഷനിൽ ഹാൻഡിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്കിങ് ഓഫായിട്ട് ഗ്രീൻ ലൈറ്റ് ആയത് കോഫി ബ്രൂ ചെയ്യാനുള്ള ടൈമായി കേട്ടോ. കണ്ടോ, നമ്മുടെ എസ്പ്രസോ വരുമ്പം അതിൻ്റെ ആ ഒരു ക്രീമിൻ്റെ തിക്നെസ് കണ്ടില്ലേ, അത് അത്രയും പ്രഷർ ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പെർഫെക്റ്റ് ലുക്കിൽ നമുക്ക് എസ്പ്രസോ കിട്ടുന്നത് കേട്ടോ. എസ്പ്രസോയിൽ പൊതുവെ ആരും ഷുഗർ ഇടാറില്ല. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ താഴെ ആയതിന് ഇച്ചിരി ഷുഗറൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ആ എക്സാക്റ്റ് ഗ്രമ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പൊടിച്ച കോഫി ബീൻസ് വേണം. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് കാപ്പുച്ചീനോ ഉണ്ടാക്കാം കേട്ടോ. എനിക്കതാണ് ഇഷ്ടം, കാരണം ഇച്ചിരി ഷുഗറൊക്കെ ചേർക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പോലെ എല്ലാം ചെയ്യാം. എന്നിട്ട് നമുക്ക് കോഫി ബ്രൂ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഒത്തിരി കോഫിയുടെ ടേസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ അളവിൽ കോഫി എടുത്തിട്ട് മിൽക്ക് അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള മിൽക്ക് ഒന്ന് സ്റ്റീം ചെയ്ത് ഒന്നിങ്ങനെ പതപ്പിച്ചെടുക്കണ്ടേ, അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു സ്റ്റീം ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടെമ്പറേച്ചർ അതിനനുസരിച്ച് മാറും കേട്ടോ. ആ ഒരു ബ്ലിങ്കിങ് കൂടി ഓഫ് ആവുന്ന സമയത്താണ് നമുക്ക് പാല് ഇതുപോലെ പതപ്പിച്ചെടുക്കാനുള്ള ടൈമായി. അപ്പോൾ ഇതുപോലെ ടെമ്പറേച്ചർ കറക്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം, അതുപോലെ സ്റ്റീം കുറച്ചൊന്ന് കളയുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ എപ്പോഴും തണുത്ത പാലെടുക്കണം, കാരണം ചൂട് പാലെടുത്താൽ ഇത് ഒന്നുകൂടി ചൂടാവുകയാണ് ചെയ്യുന്നത്. അപ്പം എക്സ്ട്രാ ചൂടാവില്ലേ. അപ്പോൾ തണുത്ത പാലെടുത്താൽ ചൂട് കറക്റ്റ് ആയിരിക്കും, കുറച്ചുകൂടി ക്രീമി ആവുന്ന അതാണ് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ക്രീമി ആക്കുന്നത് ഒരു പ്രാക്ടീസാണ് കേട്ടോ. എത്രമാത്രം തിക്നെസ് വേണം അതൊക്കെ കുറച്ച് വട്ടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തതാണ്, അതുകൊണ്ട് കുറച്ച് തിക്നെസ്സിൻ്റെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ച പോലെ ആർട്ട് വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കുറേ ചെയ്യുമ്പോൾ ഒരു പ്രാക്ടീസ് കിട്ടുന്നതാണല്ലോ. എന്നാലും ഇങ്ങനെ രസത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ ഇതുപോലെ ഹേർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല, നമ്മൾ കഫേന്നൊക്കെ കാപ്പുച്ചിനൊക്കെ കുടിക്കുമ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാം കേട്ടോ. എൻ്റെ ലവ് ചിഹ്നം കുറച്ചും കൂടെ സൈഡിലേക്ക് പോയിട്ടുണ്ട്, എന്നാലും സംഗതി സൂപ്പറായിരുന്നു. ഇനി അടുത്തത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസഡ് കോഫി ലാറ്റെ ഉണ്ടാക്കാം കേട്ടോ. അസുഖം ഭയങ്കര ഇഷ്ടമാണിത്. ഈസി ആയിട്ട് അവൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവരുടെ ജ്യൂസ് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് ഫുൾ ഐസ് നിറച്ചിട്ട് കോഫി ബ്രൂ ചെയ്തിട്ട് പാലും കൂടി മിക്സ് ചെയ്ത് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കാനും ഈസിയാണ്, അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഒന്നുകൂടി ഒരു റീഫ്രഷിങ് ഡ്രിങ്കും കൂടിയാണ്. പിന്നെ നമ്മുടെ കോഫി മെഷീൻ ക്ലീൻ ആക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതുപോലെ പവർ ബട്ടൺ ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ പോട്ട ഫിൽറ്റർ റിമൂവ് ചെയ്തെടുക്കുക. നമ്മുടെ കോഫി പൗഡർ കണ്ടോ ഈ പരുവായിട്ടുണ്ട്. അപ്പോൾ അത് ചൂടുണ്ടാവും, ആ സമയത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ പിടിക്കേണ്ടത്. അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കുഞ്ഞു വെസൽ റിമൂവബിൾ ആണ്, അതുകൊണ്ട് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പം നിങ്ങളും എൻ്റെ പോലെ ഒരു കോഫി ലോവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ക്യാപ്പച്ചിനൊക്കെ കൊടുത്ത് ഞെട്ടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അഗാരോടെ ഇമ്പീരിയൽ എസ്പ്രസോ കോഫി മേക്കർ മെഷീൻ ഒന്ന് വാങ്ങിച്ചോ കേട്ടോ. നല്ല സൂപ്പറാണ്, കോമ്പറ്റബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ.
അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ കുട്ടിയേട്ടനുള്ളതുകൊണ്ട് പിന്നെ അടിച്ചു വാരലും തുടക്കലും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടിയേട്ടൻ നാട്ട പേരാണ് ഷൈത്താൻ്റെ വീട്ടിൽ ഡേസി എന്നാണ് പേര്. ഫോറിനർ അല്ലേ നേരത്തെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും മൂപ്പരുള്ളതുകൊണ്ട് പിന്നെ ക്ലീനിങ് ഒക്കെ നോക്കിക്കോളും. ഇനി ബാക്കിയുള്ള കുറച്ച് പരിപാടികൾ, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോഴേ ഇനി ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഉച്ചവരെ സ്കൂളുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ മങ്കടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് ഷെഫി വന്നിട്ടുണ്ട്. ഇന്ന് ഏർലി മോർണിംഗ് ആണ് കേട്ടോ അവന് എത്തിയത്. അപ്പം ബേബിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി 1 വീക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പോവുകയാണെങ്കിൽ ഷെഫിനെ കാണാം, വീണ്ടും വന്ന് ബേബിനെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടല്ലേ, അപ്പോൾ ഒന്ന് അവരെ കൂടെ പോയി വീണ്ടും ബേബിനെ ഒന്ന് കാണാം. അങ്ങനെ ഒരു പ്ലാൻ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഈവനിങ് ഒന്ന് അങ്ങോട്ട് പോവാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞാനേ കഴിഞ്ഞ വീഡിയോയിലെങ്ങാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഷെൽഫ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഷെൽഫ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ 1-2 ദിവസമായിട്ട് അതിൻ്റെ അറേഞ്ച്മെന്റ്സിലായിരുന്നു. കുറേ കുഞ്ഞു സാധനങ്ങളുണ്ട്. ഈ മാലയും കമ്പലും പിന്നെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും നമുക്ക് പ്രൊമോഷന് കിട്ടുന്ന പ്രോഡക്ട്സ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കില്ല. അപ്പം അതൊക്കെ ഒന്ന് വെക്കാൻ അറേഞ്ച് ചെയ്ത് വെക്കാന്ന് ഇങ്ങനെ ഞാൻ കുഞ്ഞ് ഷെൽഫ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഇത് അവൈലബിൾ ആവുന്ന സാധനമാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും പരസ്യം ചെയ്യാറുണ്ട്. നമ്മൾ സിൻഡിക്കേറ്റ് മോളിലെ സിസോ വെറൈറ്റി സ്റ്റോറിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കത് അവിടെ നിന്ന് തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതും അതിൽ സാധനങ്ങളൊക്കെ വെച്ചതും സെറ്റ് ചെയ്തതും എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ കാണുന്നതെല്ലാം എനിക്കതിൽ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഇനി കുറെ താഴ്ത്തിരിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തൽക്കാലം ഇതിൽ വെക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു 3 തട്ടുള്ള ഒരു ഷെൽഫാണ്. അപ്പം നമുക്കിതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഒരു ഫൈബറിന്റെ മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് അത് ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ നമുക്കത് കാണുമ്പോൾ അതിന്റെ ഐഡിയ കിട്ടും. അപ്പൊ എനിക്ക് അത് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാലോ, ഓക്കെ ഇങ്ങനെ ചെയ്യാം, പിന്നെ ഇതിങ്ങനെ ഫിക്സ് ആവും. അങ്ങനെ വെച്ച് എല്ലാം വെച്ചു. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ടെക്നിക്ക് തന്നെ ഉള്ളൂ കേട്ടോ. വലിയ പരിഷ്കാരങ്ങളൊന്നുമില്ല. പിന്നെ ഇതാ ഇതിനിങ്ങനെ 4 വീലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കുറച്ച് കൂടി യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ മാറ്റിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഫിക്സിങ് കഴിഞ്ഞു. ഇനി ബാക്കി സാധനങ്ങൾ എടുത്തു വെക്കില്ല. അത് അതിലേറെ വലിയ ടാസ്ക് ആണ് കേട്ടോ. ഞാൻ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ടാണ് ഇത് മുഴുവനും ശരിയാക്കി വെച്ചത്. ഞാൻ ഇങ്ങനത്തെ എന്റെ ജ്വൽസ് എല്ലാം എന്താ പറയാ എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. മാലകളാണെങ്കിലും കമ്മലുകളാണെങ്കിലും മോതിരം എല്ലാം അങ്ങനെ മിക്സ് ആയിട്ടാണ്. ഞാൻ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സിപ്ലോ കവറിലാക്കണമെന്ന് കുറെ വിചാരിക്കണം. കാരണം അതിന്റെ സ്റ്റോൺ ഒന്നും പോയാൽ പിന്നെ കിട്ടൂല. അപ്പൊ ഞാൻ അതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സിപ്ലോ കവറുകളാക്കിയൊക്കെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മോയ്സ്ചറൈസ് കിട്ടിയപ്പോൾ കയ്യിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ സിപ്ലോ കവറൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഈ കുഞ്ഞു ബാസ്ക്കറ്റൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ്. ഇത് ന്യൂഡ് ലിപ്സ്റ്റിക്സ് മാത്രം ഞാനൊരു ബോക്സിൽ ഇട്ട് വെച്ചാണ് കേട്ടോ. പിന്നെ ഇതുപോലെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നാൽ പെട്ടെന്ന് കിട്ടുകയും വേണം. ആ തരത്തിലൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചു കേട്ടോ. നാളെ സ്കൂളുണ്ടല്ലോ. അതിനെന്താ എന്താ സ്കൂള് തുറന്നപ്പോ തന്നെ ലീവായോ? ഫുഡ് കഴിക്കാം. മാംഗോ ജ്യൂസോ? മുടി വെട്ടാൻ പറഞ്ഞില്ലേ മിസ്? മുടി വെട്ടാൻ പറഞ്ഞില്ലേ? നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു.
അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചു പറഞ്ഞ് വേഗം മാറ്റിയിട്ട് പോകുന്നുണ്ടോ വിചാരിച്ച്. പക്ഷെ എന്നാലും ഭയങ്കര ക്ഷീണം. പിന്നെ വാപ്പാക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വാപ്പ ഒന്ന് പോയി വന്നിട്ട് മാറ്റിയിട്ട് പോവാം കേട്ടോ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോണ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ റെഡി ആവട്ടെ കേട്ടോ. അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരുങ്ങിയൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ മുന്നിൽ ഒരു ലോറി ഇതുപോലെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് പിന്നെ പോയത് കേട്ടോ. അങ്ങനെ മങ്ങളുടെ വീട്ടിലെത്തി. പിന്നെ ചായ കുടിച്ച് വാപ്പ തിരിച്ചു പോയി. അവിടെ മിനി, കുഞ്ഞുമോള്, പിന്നെ ഷെഫി വന്നിട്ടുണ്ട്. ഷെഫി, നവാസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ആ പെട്ടി വന്നിട്ട് എടുത്തില്ല. ഞങ്ങൾ നിഷയുടെ അന്ന് മിനിക്കും വരാൻ പറ്റിയിട്ടില്ല, കുഞ്ഞുമോൾക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ല അല്ലേ. അപ്പം ഞങ്ങൾ ഒന്ന് നിഷിൻ്റെ ബേബിനെ നിഷിനൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടി പോവാം. ശരി, ഞങ്ങള് ഷിസുട്ടിന്റെ ബേബിനെ കാണാൻ പോവാണ്. ഷിസുട്ടിന്റെ പപ്പ വന്നിട്ട് ഷിസുന്റെ പപ്പന്റെ കൂടെ ഇങ്ങോട്ട് വന്നാണ്. ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ് അല്ലേ. പോവാ നമുക്ക് ബേബിനെ കാണാനേ. പഠിച്ചിട്ട് തമ്പുരാന് 10 നോക്കിട്ടോ. അങ്ങനെ ബേബിനൊക്കെ കണ്ടു, കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നല്ല മന്തിയും അൽഫാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഷെഫിക്ക് 1 വീക്ക് ലീവ് ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ് അവന് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ അവൻ്റെ ലോങ് ലീവിന് വരും. ഇപ്പോൾ 5 ദിവസം കൊണ്ട് പോകും. നിഷനും കൂടി കൂടെ കൊണ്ടുപോയിരുന്നു എന്ന് തോന്നി. പക്ഷേ ഒരുപാട് ലോങ് ആയതുകൊണ്ടേ കുട്ടി ചെറുതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ അവളെ എടുത്തില്ല. അടുത്തൊക്കെ ആണെങ്കിൽ അവളെ കൂടി കൊണ്ടുപോയിരുന്നു എന്ന് തോന്നി. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ രാത്രി വന്ന് എല്ലാവരും കിടന്നപ്പോഴത്തേനും ആസ് യൂഷ്വൽ സമയം വൈകിപ്പോയി. രാവിലെ നേരത്തെ എണീക്കാൻ പറ്റില്ല. നേരത്തെ എണീച്ച് പോരണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ സ്കൂളിൽ ലീവാക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തലേദിവസം രാത്രി തന്നെ ഷെഫി ഇവിടുന്ന് പെട്ടിയൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും അത് തുറക്കണം. അങ്ങനെ എനിക്ക് കിട്ടിയ ചോക്ലേറ്റുമായി ഞാൻ തിരിച്ചിന്ന് പട്ടാമ്പിക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ ഷെഫി എന്നെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമോൾ ഇത് അവിടെ ക്ലിനിക്കിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പോണ വഴിക്ക് കുഞ്ഞുമോളെയും, അവൾ പട്ടിക്കാടാണ്, ഡിവൈൻ ഡെന്റൽ ക്ലിനിക്കിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളവിടെ ആക്കിയതിന് ശേഷം ഉമ്മച്ചിയും ഷെഫിയും കൂടി എന്നെ പട്ടാമ്പിയിലേക്ക് ആക്കി തരാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഷിസൂട്ടിന് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുമോളെ ക്ലിനിക്കിൽ ഇറക്കി ഞങ്ങൾ നേരെ പട്ടാമ്പിക്ക് പോയി. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഷെഫി എല്ലാവരോടും യാത്രയൊക്കെ പറയാണ്. മറ്റേതൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്നിങ്ങനെ ഒരു അപ്പോഴൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. എന്തായാലും ഇൻഷാല്ലാ ഞാൻ ലോങ് ലീവിൽ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ നല്ല ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഓക്കെ.